ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നും നമ്മൾ ചെയ്യാൻ പോണത് കുട്ടികൾക്ക് അതിനുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ മറ്റൊന്നല്ല, ക്രീമി വൈറ്റ് സോസ് പാസ്തയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത്. ഇത് ഇഷ്ടമില്ലാത്ത കുട്ടികൾ വളരെ കുറവായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ജോലിയിലോട്ട് പോകാമെന്ന് പറയണില്ല, കാരണം നമ്മൾ ജോലി തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് വേഗം ചെയ്യാം. അപ്പോൾ നമ്മൾ കണ്ട പോലെ തന്നെ 1 കപ്പ് പാസ്തയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ഇപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുള്ള വെള്ളത്തിൽ, തിളച്ച് വന്ന വെള്ളത്തിൽ ഇട്ടിട്ട് വേവിച്ചെടുത്തപ്പോൾ ഇതുപോലെ നല്ല വൈറ്റ് കളറായി വന്നിട്ടുണ്ട് പാസ്ത. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം, അല്ലെങ്കിൽ ഇത് ഇതിൽ കിടന്ന് കൂടുതൽ വെന്ത് കലങ്ങിപ്പോവും. അപ്പോൾ ഒരെണ്ണത്ത് കഴിച്ച് നോക്കാം, ഉള്ളിലൊക്കെ നല്ല വേവ് പാകമായിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇതുപോലെ ഡ്രെയിൻ ചെയ്ത് വെക്കാം. പിന്നെ ഇത് വേവിക്കുമ്പോൾ നമ്മൾ ഇതിൽ ഓയിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി ഇത് വിട്ട് കിടക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഓയിൽ ഒഴിക്കണില്ല കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോണത്, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങോട്ട് വേവിക്കല്ല. ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ 1-2 ടേബിൾ സ്പൂണ് സാധാ ഒരു വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. അതിലേക്ക് നമ്മൾ എടുക്കണം. ഞാനിപ്പോൾ ഒരു പകുതി ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. കുറച്ച് സ്വീറ്റ് കോൺ, അതായത് നമ്മുടെ ചോളം ഒന്ന് വേവിച്ചത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതി, അതും ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ പെട്ടെന്നൊന്ന് നമ്മൾ സോട്ട് ചെയ്തെടുത്താൽ മതി. ഉള്ളും ഒരുപാട് അങ്ങോട്ട് വെന്ത് ഇതായി പോകേണ്ട ആവശ്യമില്ല. ഇനിയും നമ്മളിത് വേവിക്കാനുള്ളതാണ്. ഒരു നുള്ളു ഉപ്പ് ഇതിലിട്ടിട്ടുണ്ട്. വളരെ കുറച്ചിട്ടാൽ മതി. നമ്മൾ ഇതിൻ്റെ എല്ലാ സ്റ്റെപ്പിലും ഉപ്പിടുന്നതുകൊണ്ട് എല്ലാം കൂടി വരുമ്പോൾ ഉപ്പ് കൂടാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അങ്ങനെ കളറൊന്നും മാറരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞ 5-6 ചെറിയൊരു മീഡിയം സൈസ് അല്ലി വെളുത്തുള്ളി അരിഞ്ഞതാണിത്. അതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കണം. ഇതിലിട്ട് മൂപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് കളറൊന്നും മാറേണ്ട. ആ ഒരു പച്ച മണം മാറി തുടങ്ങുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദപ്പൊടിയും കൂടി ഇട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പിന്നെ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കണം, കട്ട പിടിക്കാതെയും അതുപോലെ തന്നെ നമ്മൾ ഇത് കരിയാതെയും ശ്രദ്ധിച്ചുകൊണ്ട് ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ട് വേണം ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ മൈദയും ബട്ടറും കൂടിയും കിടന്നിട്ട് നല്ലൊരു സ്മെല്ല് വരും. ആ മൈദയുടെ പച്ച സ്മെല്ലൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ചായിട്ട് പാല് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ആ മൈദയും പാലും കൂടിയും മിക്സായി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. നമ്മളത് നന്നായിട്ട് വെച്ച് ഇങ്ങനെ രണ്ടും കൂടിയും മിക്സ് ചെയ്ത് തന്നെ എടുക്കണം. അപ്പോൾ മൊത്തം ഒരു 1.5 കപ്പ് പാലാണ് ഇതിനു വേണ്ടി എടുത്ത് വെച്ചിട്ടുള്ളത്. അത് ഒരുമിച്ച് ഒഴിക്കാതെ കണ്ടോ, ഇതുപോലെ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് മൈദയും പാലും കൂടിയും മിക്സാക്കി എടുക്കാം. നമ്മൾ ഒരുമിച്ച് ഇത് ഒഴിക്കുകയാണെങ്കിൽ ആ പാല് മുഴുവനായിട്ട് അവിടെ കിടന്ന് മൈദ കട്ട പിടിച്ച് കിടന്ന് അത് രണ്ടും കൂടി മിക്സാക്കി എടുക്കാൻ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ മിക്സായി വന്നിട്ടുണ്ട്. എന്നാലും കുറച്ച് സമയം കൂടി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം വളരെ കുറച്ച് വെക്കണം കേട്ടോ. ഇനി ഈ ഫ്ലെയിം കൂട്ടുക വേണ്ട. അതിന് നമ്മളിത് വെച്ചതിന് ശേഷം ഫ്ലെയിം കൂട്ടിയിട്ടില്ല അല്ലേ. എങ്കിലും കുറഞ്ഞ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ വീതം കുരുമുളക് പൊടിയും പിന്നെ ചില്ലി ഫ്ലേക്സ്, നമ്മുടെ ഉണക്കമുളക് പൊടിച്ചത്. അപ്പോൾ അത് രണ്ടും കൂടിയും 1 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കുക. പിന്നെ എരിവൊക്കെ നിങ്ങളുടെ കുട്ടികളുടെ താല്പര്യം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചക്കറികൾ നമ്മൾ നേരത്തെ സോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതാണ്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ടേസ്റ്റ് നോക്കണം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ടേസ്റ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് ഇന്ത്യൻ ടേസ്റ്റ് ആണല്ലോ ഇഷ്ടം. അതുകൊണ്ട് ഇതിന് എന്തൊക്കെയോ ഒരു മസാലയുടെ കുറവുള്ള പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്. പേഴ്സണലി ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു സമയത്ത് നമ്മുടെ മാഗിയുടെ ചിക്കൻ സ്റ്റോക്കിൻ്റെ ടാബ്ലറ്റ് ഉണ്ടല്ലോ, അത് ഇട്ടിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് വരും കേട്ടോ. പക്ഷേ വൈറ്റ് സോസ് പാസ്ത എന്ന് പറയുമ്പോൾ ഇതാണ് സംഭവം. ഞാനങ്ങനെ ചെയ്യാറുണ്ട്, എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ പാസ്ത ചേർത്ത് കൊടുക്കാം. പാസ്ത ഇനിയിപ്പോൾ ഉപ്പിൻ്റെ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ഇതിലെല്ലാം നമ്മൾ സെപ്പറേറ്റ് ഉപ്പിടുന്നതുകൊണ്ട് ലാസ്റ്റായി ഉപ്പിടുന്ന സമയത്ത് ശ്രദ്ധിച്ച് ഉപ്പിട്ടാൽ മതി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു. ഇനി ഇതിപ്പോൾ ഒരുപാട് ഡ്രൈ ആക്കണ്ട, തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി അത് കട്ടിയാവും. അതുകൊണ്ട് ഒരു ഇത്തിരി ലൂസ് കൺസിസ്റ്റൻസിയിൽ വെച്ചിട്ട് ഓഫ് ചെയ്താൽ മതിയായി. ഇപ്പോൾ തണുത്ത് വന്നപ്പോൾ കണ്ടോ, ഇതിപ്പോൾ തണുത്തിട്ടാണ് നിങ്ങൾ കാണുന്നത്. തണുത്ത് വന്നപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വൈറ്റ് സോസ് പാസ്ത. ശരിക്കും ഈസിയാണ്, വീട്ടിൽ ഉണ്ടാക്കാറുണ്ടായിരിക്കും, എല്ലാവരും ഉണ്ടാക്കണ തന്നെയായിരിക്കും. അല്ലെങ്കിൽ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ.
ഇനിയിപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇതിലെന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു എന്നൊക്കെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാൻ മടിക്കരുത് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ കമൻറ്റ് വരുമ്പോഴാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും കമൻറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ എന്തെന്നായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും അത് പറഞ്ഞിട്ട് മാത്രം വീഡിയോ കണ്ട് തിരിച്ചു പോകാവൂ. അതെപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, എങ്കിലും കൂടുതൽ പേരും അത് ചെയ്യാറില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയണത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ ഫ്രം സഫീസ് ഹോം ഡയറി.